ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡേ എന്ന് പറയുന്നത് ഒരു 11:30-ക്ക് ശേഷമാണ്. കാരണം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ 11:30 വരെ കിടന്നുറങ്ങുമായിരിക്കും. സാധാരണ എൻ്റെ പല്ലുതേപ്പൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട്, പക്ഷേ ഇന്ന് കുറച്ച് നേരം കൂടിപ്പോയി. ഇത് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു വെള്ളമാണ്. ചായ ഞാൻ കുടിക്കാറില്ല. പണ്ടൊക്കെ ഞാൻ പച്ചവെള്ളം കുടിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ ഡ്രിങ്കാണ് കുടിക്കുന്നത്. ഇത് ആക്ച്വലി വെയിറ്റ് ലോസിനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. ഇത് തുടങ്ങിയിട്ട് ഒരു 3 വീക്സ് എങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും പാലും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് ഡയറ്റൊക്കെ നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. രാവിലെ അധികം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ദോശ, ഇഡ്ഡലി, ഉപ്മാവ് അങ്ങനെയൊക്കെയല്ലേ കഴിക്കുക. അപ്പോൾ എനിക്കത് കഴിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ രാവിലെ പത്രം വായനൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ അന്ന് എന്തിനാ പത്രം എടുത്ത് വായിച്ചതെന്ന് പോലും എനിക്കറിയില്ല. എല്ലാവരും വർക്കിന് പോയതുകൊണ്ടും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ടും ഞാൻ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് ടി വി കാണാറ്. അല്ല, ടി വി കണ്ടുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. എനിക്കതാണ് ഇഷ്ടം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് തുണി അലക്കലാണ്. 2 ദിവസത്തെ തുണി എങ്ങാണ്ടുള്ളൂ അലക്കാൻ. പിന്നെ എന്തോ ബെഡ്ഷീറ്റ് എന്തോ ഉണ്ടോ അലക്കാൻ. പിന്നെ ഞാൻ ടെറസിൽ പോയി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നോക്കും എത്ര വലുതായി എന്ന്. കാരണം പഴുത്ത അപ്പം തന്നെ പൊട്ടിച്ച് തിന്നണ്ടേ, തിരക്കായി ഇപ്പം തന്നെ. അപ്പോൾ നല്ല ഒഴുക്കലാണ് ടെറസിൽ. നല്ല ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പോയത്. ഒന്ന് ഞാൻ വഴുക്കി വീഴേണ്ടതായിരുന്നു, തീർന്നേനെ എന്നാ. കുറേ കുഞ്ഞു കുഞ്ഞു ബഡ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കവർ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് മഴ കൊണ്ട് കഴിഞ്ഞാൽ അത് നാശമായി പോവും. അപ്പോൾ അതിന് കവർ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുന്നത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ വെള്ളം വയ്ക്കുമ്പോൾ എനിക്ക് കുടിക്കാനേ ഒരു ത്വരയാണ്. അപ്പോൾ എനിക്ക് കുളിക്കാൻ പോകണം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്, ബൈ. കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെൺകുട്ടികളൊക്കെ എന്തിനല്ലേ നടക്കണത്. ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ലിപ് ബാം കൂടി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എൻ്റെ മോനെ. ഉച്ചത്തെ ഫുഡ് ഞാൻ കഴിക്കുന്ന ഒരു 3 മണിയൊക്കെ ആയിട്ടാണ്. ചെറുപയർ ചോറും സാമ്പാറും ക്യാബേജും ആണ്. പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴാണ് ഞാൻ ബുക്ക് വായിക്കുക. ഇത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. നമ്മുടെ ചീത്ത ശീലങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ശീലങ്ങൾ ഒക്കെ വളർത്തിക്കൊണ്ട് വരാൻ സഹായിക്കുന്ന ഒരു ബുക്കാണ്. അടിപൊളി ബുക്കാണ്. ഒരു ഡേ ഒരു 50 മിനിറ്റ്സ് എങ്കിലും വായിക്കണം എന്ന് ഞാൻ ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഞാനെടുത്തൊരു ഡിസിഷനാണ്. ഞാനത് തുടർന്ന് കൊണ്ട് പോകുന്നുണ്ട്. ഇനി ജിമ്മിന് പോകണം. ജിമ്മിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് ഉള്ളൂ നമുക്ക് ജിമ്മിലെത്താൻ. അപ്പോൾ ജിമ്മിലെത്തിയിട്ട് ഇനി കാണാം. ഇന്ന് സൂമ്പായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അത്ര കാലറീസ് ഞാൻ ഇന്ന് ബേൺ ചെയ്തു. അടുത്ത കലാപരിപാടി വൈകിട്ടത്തെ സ്കിൻ കെയർ ആണ്. ഒരു 6:30-ക്ക് ഞാൻ വർക്കിന് ലോഗിൻ ചെയ്യും. 2:30 വരെയാണ് എൻ്റെ ഷിഫ്റ്റ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡിന്നർ കഴിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഫ്രൂട്ട്സ് സ്നാക്സ് ആയിട്ടും കഴിച്ചു. പിന്നെ ഒത്തിരി വെള്ളവും കുടിച്ചു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.